ഹായ്. ജനനം മുതൽ മരണം വരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ പ്രാണശക്തി, ജീവശക്തി വിശപ്പില്ലാതാക്കും. ഒരാൾ വിശപ്പില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് വിശ്രമം വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് വിശപ്പില്ലായ്മയെ ഒരു രോഗമായി കാണാതെ ആ നൈസർഗികമായിട്ടുള്ള നമ്മുടെ ആ ഫീലിംഗ്, ആ വിശപ്പില്ലായ്മയെ അംഗീകരിച്ചുകൊണ്ട് വളരെ എളുപ്പം ദഹനവിധേയമാകുന്ന ജ്യൂസുകൾ കഴിച്ച് നമ്മൾ ആ വിശപ്പില്ലായ്മ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ശരിയായ ആരോഗ്യപാതയിലാവുന്നു. അപ്പോൾ നമ്മുടെ ശരീരം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ വിശപ്പില്ലെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് കൂടുതൽ കാലം നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു രീതിയാണ് കുട്ടികളിലും. കുട്ടികൾക്കും വിശപ്പില്ലെങ്കിൽ കുട്ടികൾ ആഹാരം തീരെ കഴിക്കില്ല. പക്ഷേ അമ്മമാർ വല്ലാതെ നിർബന്ധിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് വിശപ്പില്ലാത്ത കുട്ടികൾക്ക് നിർബന്ധിച്ച് ആഹാരം കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം എളുപ്പം ദഹിക്കുന്ന ഈസി ഡൈജഷൻ ഫുഡുകൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.